ആ വാഹനത്തിൽ കുട്ടികളെ പറഞ്ഞു വിടുക എന്ന് പറയുന്നത് അത് രക്ഷിതാക്കൾ ഇനിയും ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. കാരണം 10 കുട്ടികളുടെ ജീവൻ അതെല്ലാം ഈ വാഹനത്തിനുള്ളിൽ ആ രക്ഷിതാക്കൾ പറഞ്ഞു വിട്ട് അവരെ എന്ത് സുരക്ഷിതത്വത്തിലാണ് പറഞ്ഞു വിടുന്നത്. ഒന്ന് ഇൻഷുറൻസ് ഇല്ല, അത് പോട്ടെ, വണ്ടിയിൽ ബ്രേക്ക് ഇല്ല. ഞാനിപ്പം പരിശോധിച്ചു, അതിൻ്റെ മെക്കാനിക്കൽ ക്ഷമത ഞാൻ നോക്കിയായിരുന്നു. വണ്ടി ബ്രേക്ക് കിട്ടുന്നില്ല. കിട്ടാത്തതിൻ്റെ കാര്യം അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വണ്ടി പമ്പ് ചെയ്ത് ചവിട്ടണം എന്നാലേ ബ്രേക്ക് കിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ ഏത് വണ്ടിയെ പമ്പ് ചെയ്ത് ചവിട്ടുമ്പോൾ ബ്രേക്ക് കിട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം തിരുവനന്തപുരത്ത് അനധികൃതമായിട്ട് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോയ ഒമിനി വാഹനം ട്രാഫിക് പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് പിടികൂടിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് വാഹനത്തിന്റെ നമ്പർ KL01J1993. സെന്റ് മേരി സ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് ഈ വാഹനത്തിൽ കൊണ്ടുപോയത്. 10 കുട്ടികളെ നിറച്ചു കൊണ്ടുപോയ വണ്ടിയാണ്. ഈ വാഹനത്തിന്റെ ഫിറ്റ്നസ് കഴിഞ്ഞിട്ട് 10 വർഷമായി. 10 വർഷമായിട്ട് ഇതുവരെയായിട്ടും ഫിറ്റ്നസ് ഈ വാഹനം പുതുക്കിയിട്ടില്ല. അതേപോലെ തന്നെ ടാക്സ് ഇല്ലായിരുന്നു, ഇൻഷുറൻസ് പുതുക്കിയിട്ടില്ല, അതേപോലെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും ഇല്ലാത്ത വാഹനമാണ് ഈ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഇതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 4 കുട്ടികളെ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന രീതിയിലാണ്. പക്ഷേ ഈ വാഹനത്തിനുള്ളിൽ 10 കുട്ടികളെയാണ് കൊണ്ടുപോയത്. ഇപ്പോൾ ഈ വാഹനം പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ വാഹനത്തിന്റെ ഉടമയായിട്ടുള്ള പേരൂർക്കട സ്വദേശി സാബുവിനെയും പോലീസ് പിടിച്ചുകൊണ്ടിപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് വാഹനത്തിൽ പരിശോധന നടത്തുകയാണ്. സാർ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ വാഹനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്? ഇപ്പം സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനമായിരുന്നു. ഈ വാഹനത്തിനെതിരെ നേരത്തെ പരാതികൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഒമിനി വാഹനത്തിൽ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തന്നെ പോലീസിനെയും അറിയിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവസരോചിത ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനം ഇന്ന് പിടിക്കപ്പെടുന്നത്. പട്ടം സെന്റ് മേരീസിലേക്ക് കുട്ടികളുമായിട്ട് വരുന്ന വാഹനമായിരുന്നു. അങ്ങനെയാണ് ഈ വാഹനത്തെ പിടിക്കാനായിട്ട് സാഹചര്യം ഉണ്ടായത്. കാരണം ഇത് പൊതുവെ മെയിൻ റോഡുകളിലൊന്നും പ്രത്യേകിച്ച് ഓടുന്ന വാഹനമല്ല. ഇടറോഡിൽ കൂടി പോലീസിൻ്റെയും ഒന്നും കണ്ണ് വെട്ടിച്ചൊക്കെ ഓടുന്ന വാഹനമായിരുന്നു. ഈ രേഖകൾ പരിശോധിച്ച് നിന്ന് 10 വർഷമായിട്ട് ഫിറ്റ്നസ് പുതുക്കിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതാ പറഞ്ഞത്, ഞങ്ങളുടെ കണ്ണുവെട്ടത്ത് വരാത്ത വാഹനമായതുകൊണ്ടാണ് അതങ്ങനെ പിടിക്കപ്പെടാതിരുന്നത്. 10 വർഷമായി ഫിറ്റ്നസ് പുതുക്കിയിട്ട്. അതുപോലെ ഇൻഷുറൻസ് ഇല്ല, പൊല്യൂഷൻ ഇല്ല, പിന്നെ അതേപോലെ ടാക്സ് അടച്ചിട്ടില്ല. ഇതൊന്നും ഇല്ലാത്ത വാഹനമാണ്. അതുപോലെ തന്നെ അനധികൃത ഫിറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. സീറ്റുകൾ അഡീഷണൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം റെഗുലറായിട്ട് വാഹനം സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനം തന്നെയാണ്. കാരണം അതുകൊണ്ടാണല്ലോ പരാതി കിട്ടിയത്. അപ്പം അതും പിന്നെ ഞങ്ങളുടെയൊക്കെ കണ്ണ് വെട്ടിച്ചൊക്കെ ഓടുന്ന വാഹനം കൂടെ ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വാഹനങ്ങളിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, രക്ഷിതാക്കളാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനം, അതായത് ഒരു വ്യക്തിയുടെ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത വാഹനം, ആ വാഹനത്തിൽ തങ്ങളുടെ മക്കളെ കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല. അതായത് സ്വന്തം മക്കളെ ആ വാഹനത്തിൽ കൊണ്ടുപോകാം, അതല്ലെങ്കിൽ പിന്നെ ചെറുമക്കളെ കൊണ്ടുപോകാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. കാരണം നമ്മുടെ കുട്ടികളെയാണല്ലോ കൊണ്ടുപോകുന്നത്. അത് വേറൊരു വ്യക്തിയുടെ സ്വകാര്യ ആവശ്യത്തിന് എടുക്കുന്ന വാഹനം, രജിസ്റ്റർ ചെയ്യുന്ന വാഹനം, ആ വാഹനത്തിൽ കുട്ടികളെ പറഞ്ഞു വിടുക എന്ന് പറയുന്നത് അത് രക്ഷിതാക്കൾ ഇനിയും ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. കാരണം 10 കുട്ടികളുടെ ജീവൻ അതെല്ലാം ഈ വാഹനത്തിനുള്ളിൽ ആ രക്ഷിതാക്കൾ പറഞ്ഞു വിട്ട് അവരെ എന്ത് സുരക്ഷിതത്വത്തിലാണ് പറഞ്ഞു വിടുന്നത്. ഒന്ന് ഇൻഷുറൻസ് ഇല്ല, അത് പോട്ടെ, വണ്ടിയിൽ ബ്രേക്ക് ഇല്ല. ഞാനിപ്പം പരിശോധിച്ചു, അതിൻ്റെ മെക്കാനിക്കൽ ക്ഷമത ഞാൻ നോക്കിയായിരുന്നു. വണ്ടി ബ്രേക്ക് കിട്ടുന്നില്ല. കിട്ടാത്തതിൻ്റെ കാര്യം അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വണ്ടി പമ്പ് ചെയ്ത് ചവിട്ടണം എന്നാലേ ബ്രേക്ക് കിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ ഏത് വണ്ടിയെ പമ്പ് ചെയ്ത് ചവിട്ടുമ്പോൾ ബ്രേക്ക് കിട്ടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ പരിശോധിച്ചാൽ അറിയാം, പെഡൽ ഒട്ടുമില്ല. പെഡലിൽ ചവിട്ടിയിട്ട് പെഡൽ അങ്ങ് താഴ്ന്നങ്ങ് പോവുക. ഹാൻഡ് ബ്രേക്ക് ഇല്ല വണ്ടിക്ക്. 10 വർഷമായിട്ട് ഇതിൻ്റെ രജിസ്ട്രേഷൻ തീർന്നു കിടക്കുക എന്ന് പറഞ്ഞാൽ അപ്പോഴേ മനസ്സിലാക്കാം ഇതിൻ്റെ ഫിറ്റ്നസ് എങ്ങനെയാണ്, മെക്കാനിക്കൽ ഫിറ്റ്നസ് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഒട്ടനവധി നമ്മുടെ റോഡുകളിൽ ഓടുന്നുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, കാരണം അവർ അത്രയും എണ്ണം കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവരുടെയൊക്കെ ഒരു അവസരോചിതമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ അത്തരം വാഹനങ്ങളെ എല്ലാം നമുക്ക് നിയമത്തിലൂടെ കർശന നടപടി ഉണ്ടാവും, ഇത്തരം വാഹനങ്ങൾ പരിശോധന ഉണ്ടാവും. ഉറപ്പായിട്ടും ഉണ്ടാവും. തിരുവനന്തപുരം ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പരിശോധനകൾ എന്തായിരുന്നല്ലോ ഉറപ്പായിട്ടും ഉണ്ടാവും. ഇത്തരം വാഹനങ്ങൾ, അതായത് അനധികൃതമായിട്ട് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, ആ വാഹനങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി തന്നെ സ്വീകരിക്കും. അപ്പോൾ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഈ വാഹനത്തിന് ഉണ്ടായിട്ടുള്ളത്. വാഹനത്തിന് ബ്രേക്ക് ഇല്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വാഹനങ്ങൾ, കുട്ടികളെ അനധികൃതമായിട്ട് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, അത് രക്ഷിതാക്കൾ കൂടെ തിരിച്ചറിയണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നത്. അല്ലാത്ത പക്ഷം കുട്ടികളുടെ ജീവന് തന്നെയാണ് വലിയ ഭീഷണി ഉയർത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറ പേഴ്സൺ എസ് എ സനോഷിനോടൊപ്പം RB സനൂപ്, മീഡിയ 1.